പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യങ്ങളും ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ചരക്കു നീക്കം തടസ്സപ്പെട്ടതും ഇന്ത്യയെ കടുത്ത എണ്ണ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ മേഖലയിലുണ്ടായ സംഘർഷം ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരാൻ കാരണമായി. ഇതോടെ ആഭ്യന്തര വിപണിയിൽ പെട്രോൾ, ഡീസൽ, പാചകവാതകം എന്നിവയുടെ വില ഗണ്യമായി വർദ്ധിക്കുമെന്നാണ് സൂചന. ഈ സാഹചര്യം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനിടയാക്കും. കേരളത്തിൽ നിന്നുള്ള കയറ്റുമതിയെയും സംഘർഷം ബാധിച്ചിട്ടുണ്ട്. പല ഗൾഫ് രാജ്യങ്ങളും ഇറക്കുമതി കുറച്ചു. ഇതും വലിയ സാമ്പത്തിക പ്രതിസന്ധിയാകും. ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ ഇറക്കുമതിയുടെ 90% ആശ്രയിക്കുന്നത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളെയാണ്. ഹോർമുസ് കടലിടുക്ക് അടച്ചതോടെ ഇറാഖ്, സൗദി അറേബ്യ, UAE എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇന്ധന വിതരണം പ്രതിസന്ധിയിലായി. ഈ സാഹചര്യത്തിൽ എണ്ണ ലഭ്യത ഉറപ്പാക്കാൻ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി വീണ്ടും വർദ്ധിപ്പിക്കാൻ ഇന്ത്യ നിർബന്ധിതമാകും. നേരത്തെ അമേരിക്കൻ ഉപരോധത്തെ തുടർന്ന് റഷ്യൻ എണ്ണ വാങ്ങുന്നത് കുറച്ചിരുന്നെങ്കിലും ഊർജ്ജ സുരക്ഷ മുൻനിർത്തി വീണ്ടും മോസ്കോയെ സമീപിക്കാനാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. റഷ്യയിൽ നിന്നും വീണ്ടും എണ്ണ വാങ്ങും. കേന്ദ്ര സർക്കാർ സ്ഥിതിഗതികൾ വീക്ഷിക്കുന്നുണ്ട്. ഏകദേശം 74 ദിവസത്തേക്ക് ആവശ്യമായ എണ്ണ ശേഖരം ഇന്ത്യയിലുണ്ടെന്ന് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും സംഘർഷം നീണ്ടുപോയാൽ ഇത് പര്യാപ്തമാകില്ല. നിലവിൽ അന്താരാഷ്ട്ര വിപണിയിൽ ബ്രെന്റ് ക്രൂഡ് വിലയിൽ 13% വർധനവ് രേഖപ്പെടുത്തി കഴിഞ്ഞു. പാചകവാതക വിതരണത്തിലും തടസ്സമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ വരും മാസങ്ങളിൽ സാധാരണക്കാരുടെ കുടുംബ ബജറ്റിനെ ഇത് സാരമായി ബാധിക്കും. ഇന്ധനവില നിയന്ത്രിക്കാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് എണ്ണ മന്ത്രാലയം അറിയിച്ചെങ്കിലും ആഗോള വിപണിയിലെ അസ്ഥിരത വലിയ വെല്ലുവിളിയാണ്. പശ്ചിമേഷ്യൻ യുദ്ധം മൂർച്ഛിച്ചതോടെ ലോകത്തിന്റെ എണ്ണക്കപ്പൽ പാതയായ ഹോർമുസ് കടലിടുക്കിന് ചൊല്ലിയുള്ള തർക്കം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. 2026 മാർച്ച് ആദ്യവാരം ജലപാത അടച്ചെന്ന ഇറാന്റെ പ്രഖ്യാപനവും അത് തള്ളിക്കൊണ്ടുള്ള അമേരിക്കയുടെ നിലപാടും ആഗോള വിപണിയിൽ കടുത്ത അനിശ്ചിതത്വമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് അടച്ചുവെന്ന ഇറാന്റെ അവകാശവാദം US സെൻട്രൽ കമാൻഡ് തള്ളിയെങ്കിലും മേഖലയിൽ ആക്രമണങ്ങൾ തുടരുകയാണ്. അമേരിക്കൻ അനുകൂല ഇന്ധന ടാങ്കറുകൾക്കു നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയതായി സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ പുറത്തുവന്നു. സ്കൈലൈറ്റ് എന്ന ടാങ്കറിലെ 15 ഇന്ത്യക്കാരുൾപ്പെടെയുള്ള ജീവനക്കാരെ കഴിഞ്ഞ ദിവസം ഒഴിപ്പിച്ചിരുന്നു. സൗദി അറേബ്യയും UAEയും പൈപ്പ് ലൈനുകൾ വഴി ബദൽ മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഏഷ്യൻ വിപണികളിലേക്കുള്ള എണ്ണ കയറ്റുമതിക്ക് ഈ ജലപാതയല്ലാതെ മറ്റ് സുരക്ഷിത മാർഗങ്ങളില്ല. യുദ്ധം നീണ്ടുപോയാൽ എണ്ണവില ബാരലിന് $100 കടക്കുമെന്നാണ് സാമ്പത്തിക ലോകം ഭയപ്പെടുന്നത്. ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിന്റെ 50%-ഓളവും പാചകവാതകത്തിന്റെ പകുതിയിലധികവും ഹോർമുസ് കടലിടുക്ക് വഴിയാണ് എത്തുന്നത്. നിലവിലെ സാഹചര്യത്തിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പരമാവധി വർദ്ധിപ്പിച്ച് പ്രതിസന്ധി മറികടക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കം. എന്നാൽ ഇതിനോടകം തന്നെ ആഗോള വിപണിയിലുണ്ടായ വിലക്കയറ്റം ഇന്ത്യയിലും പ്രതിഫലിച്ചു തുടങ്ങും. ഗതാഗത ചെലവ് വർദ്ധിക്കുന്നതോടെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രണാതീതമാകാൻ സാധ്യതയുണ്ട്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് കാലത്ത് ഈ വിലക്കയറ്റം സർക്കാരിനും വലിയ രാഷ്ട്രീയ വെല്ലുവിളിയാകും.